ദേഷ്യവും. പലരും പല പ്രശ്നങ്ങളുള്ളവരാണ്. ദേഷ്യം, വാശി, ചീത്ത പറയൽ, ഭയം, ടെൻഷൻ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. എന്നാൽ ഇത്തരം മാനസിക പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കരകയറണം എന്ന് ആലോചിക്കുന്നവരാണ് പലരും. പക്ഷേ അതിന് സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ദിവസവും ഇത്തരം മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നതിലൂടെ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുകയാണ്. ഓർമ്മശക്തി, അതുപോലെ ബുദ്ധി വർദ്ധിക്കാനും കുട്ടികളുടെ മടി മാറാനും ഇതിനെല്ലാം ഉപകരിക്കുന്ന ഏറ്റവും നല്ല മെഡിറ്റേഷനാണ് ഈ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടൊക്കെ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ടത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരു തുറന്ന സ്ഥലത്തായിരിക്കലാണ് നല്ലത്. നല്ല വായു ലഭിക്കുന്ന, ഓക്സിജൻ ലഭിക്കുന്ന നല്ല സ്ഥലത്താവുക എന്നതാണ്. നല്ല മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നല്ല വിശാലമായ സ്ഥലത്തൊക്കെ ആവുന്നത് നല്ലതാണ്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിരാവിലെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മെഡിറ്റേഷൻ എപ്പോഴും ചെയ്യാം, അതിരാവിലെയാണ് ഏറ്റവും ഉത്തമം. അതിരാവിലെയും ചെയ്യാം, ഉച്ചക്കും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ്. അത് ചെയ്യാൻ കഴിയുന്നില്ല, വല്ല പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണോ അതിരാവിലെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ മൂന്നാമതൊരു കാര്യമാണ് നന്നായി ഫ്രഷ് ആവണം. വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം. നല്ല ടൈറ്റുള്ള വസ്ത്രത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ അതിന് വലിയ ഗുണമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് നല്ല അയവുള്ള വസ്ത്രം ധരിക്കലാണ് മൂന്നാമത്തെ കാര്യം. അതുപോലെ നാലാമത്തേത് നല്ല താല്പര്യത്തോടു കൂടെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. എന്നാലേ അതിനൊരു ഉപകാരം ലഭിക്കുകയുള്ളൂ. അത് നഷ്ടപ്പെടാതിരിക്കാൻ തന്നെ നമ്മളെപ്പോഴും ഒരു നല്ല താല്പര്യത്തോടു കൂടെ നിർബന്ധ ബുദ്ധിയോടു കൂടെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ നാം ഒരുങ്ങണം. ഇനി മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ അവൻ്റെ നട്ടെല്ല് നിവർത്തിയിരിക്കണം. എന്നിട്ട് മെല്ലെ സാവധാനം അവൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഒരു ലെൻസിലെത്തി ഒരു പോയിൻറ്റിൽ 5 സെക്കൻഡ് സമയം അവിടെ പിടിച്ചു നിർത്തുക. എന്നിട്ട് സാവധാനം പുറത്തേക്കും തള്ളുക. ഇങ്ങനെ നിരന്തരമായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരും. മറന്നു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഈ സമയത്ത് അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ ചിന്ത ശ്വാസം വലിക്കുന്നതിലേക്കും അത് പുറത്തേക്ക് വിടുന്നതിലേക്കും മാത്രം കേന്ദ്രീകരിക്കുക. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയ ഗുണമാണ്. രക്തത്തിലേക്ക് ഓക്സിജൻ ലഭിക്കുകയും അത് ഹീമോഗ്ലോബിനുമായി കൂടിക്കലരുകയും അതിനെ ഹാർട്ട് ബ്രെയിനിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പമ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ നല്ല രക്തം ലഭിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ അകന്നുപോകും. നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുകയും ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യും. ആ ദിവസം നമുക്ക് വല്ലാത്ത സന്തോഷത്തിൻ്റെ ദിവസമായി കാണാനും സാധിക്കും.